വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിലേക്കാണ് പോകുന്നത്. ആ കേസ് വടകര പോലീസ് ഇപ്പോൾ അവസാനിപ്പിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരം. അതിൽ പ്രതികളെ ആരെയും കണ്ടെത്താനായിട്ടില്ല. നിലവിൽ അതിൽ അന്വേഷണമൊക്കെ നടത്തിയിരുന്നു. അതിൽ ആ വാട്സാപ്പിൻ്റെ സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിച്ചത് ഇടതുവശത്തുള്ള ആൾക്കാരാണ് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അതിൻ്റെ അകത്ത് DFIയുടെ ചുമതല ഉണ്ടായിരുന്ന റിബേഷ്, DFIയുടെ ബ്ലോക്ക് പ്രസിഡൻ്റായ റിബേഷാണ് റെഡ് എൻകൗണ്ടർ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇത് പ്രചരിപ്പിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഫോൺ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. എന്നാൽ ഈ പരിശോധനാ റിപ്പോർട്ടുകളൊന്നും കിട്ടിയിട്ടില്ല. നിലവിൽ ആ കേസ് അവസാനിപ്പിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ ഏറെ വിവാദമുണ്ടാക്കിയതായിരുന്നു ഷാഫി പറമ്പലിനെതിരായിട്ട് ഉപയോഗിച്ച് ഈ കാഫിർ സ്ക്രീൻഷോട്ടുകൾ. അന്ന് തന്നെ ലീഗ് പ്രവർത്തകൻ്റെ പേരിലാണ് ആദ്യം പോലീസ് കേസെടുക്കുന്നത്. പിന്നീട് ഈ ലീഗ് പ്രവർത്തകൻ തന്നെ കോടതിയിൽ പോയതിന് പ്രകാരമാണ് ഇതിൻ്റെ അകത്ത് വസ്തുതാപരമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽ എത്തി നിൽക്കെ ആ കേസിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പ്രതികളെ ആരെയും പിടിക്കാനായില്ല എന്ന രീതിയിൽ അറിയിച്ച ആ കേസ് അവസാനിപ്പിക്കുകയാണ് പോലീസ്. ഇതിലേക്കാണ് ആദ്യം അജിംസ്. കേസിൽ വാട്സാപ്പിലെ സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിച്ചത് ആരാണെന്ന് പോലീസ് പറയുന്നു. എന്നാൽ അവർക്കെതിരെ കേസ് എടുക്കുന്നില്ല. അവരെ ഫോണുകളൊക്കെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. നല്ല റിപ്പോർട്ട് കിട്ടിയിട്ടുമില്ല. ഇപ്പോൾ മറ്റൊരു വിവാദം കൂടി പേരാമ്പ്രയിൽ അരങ്ങേറുന്ന സമയമാണ്. ആ സമയത്ത് ഇത് അവസാനിപ്പിച്ചു എന്നുള്ള പോലീസിൻ്റെ റിപ്പോർട്ട് കൂടിയിട്ട് വരുന്നു. എങ്ങനെയാണ് ഇതിനെ അവസാനിപ്പിക്കാതെ എന്താണ് ചെയ്യുക പോലീസ്? കാരണം ഇതിൻ്റെ ഈ കണ്ണിയുടെ ഏറ്റവും അവസാനമുള്ളത് ഒരു DFI പ്രാദേശിക നേതാവാണ്. അയാളുടെ ഫോറൻസിക് പരിശോധനയ്ക്ക് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല. അതിന് മുമ്പേ അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് കിട്ടിയാൽ എന്തുണ്ടാവുക? അത് ഒറിജിനേറ്റ് ചെയ്ത് ആ ഫോണിൽ നിന്നാണ് തെളിഞ്ഞാൽ അതാണല്ലോ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ചിട്ട് അവസാനിപ്പിച്ചാൽ പോരെന്നൊരു ചോദ്യമുണ്ട്. ആ ഫോറൻസിക് റിപ്പോർട്ട് വന്നാലും ആ കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ് പോലീസിൻ്റെ തീരുമാനം. അത് എക്സ്പെക്റ്റഡ് അല്ല. അതൊരു പുതിയ വാർത്തയായിട്ട് പോലും തോന്നുന്നില്ല. കാരണം ഈ കാഫിർ സ്ക്രീൻഷോട്ട് സംബന്ധിച്ച ഇപ്പോൾ 2024 നടന്നത്. 2 വർഷം ആവാൻ പോകുന്നു. 2 വർഷമായില്ലേ? 2 വർഷം കഴിഞ്ഞു. അപ്പോൾ 2 വർഷത്തിനിടയിൽ ഈ കേസ് അന്വേഷിച്ച് കണ്ടെത്തില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഏറെക്കുറെ ഒരു പൊതുസമ്മതി നേടിയ കാര്യമാണ് ഈ കേസിൻ്റെ ഗതി എന്താവുന്നുള്ളത്. പ്രശ്നം അതല്ല. ഏതാണ്ട് സമാനമായ പരീക്ഷണം പേരാമ്പ്രയിൽ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ CPM പോലൊരു പാർട്ടിയെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ അവർ ചെയ്യുമോ എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. CPM അങ്ങനെ ഒരു ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ നടത്തുമോ എതിരാളിക്കെതിരെ? അതും വർഗീയമായ ലാഞ്ചനയുള്ള രീതിയിലുള്ള ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ നടത്തുമോ എന്ന് സംശയിക്കുന്ന ആളുകൾ ഉണ്ട്. പക്ഷേ ഈ 2 അനുഭവങ്ങളിൽ നമുക്ക് മനസ്സിലായത്, പ്രത്യേകിച്ചും CPMൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലായത് അവരത് ചെയ്യും, അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ആളുകൾക്ക് തോന്നുന്ന രീതിയിലാണ്. ഇപ്പോൾ പേരാമ്പ്രയിൽ ഒരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെയാണെങ്കിൽ വടകരയിൽ അത് ഷാഫി പറമ്പിൽ പോലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെയാണ്. 2 പേർക്കും എതിരെയുള്ളത് വർഗീയ പരാമർശമാണ്. ഇപ്പോൾ ഷാഫി പറമ്പിലിനെതിരെ എന്തിനായിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവുക? ഇപ്പോൾ ഷാഫി പറമ്പിൽ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഒരാളാണ്, പട്ടാമ്പി സ്വദേശിയാണ്. പാലക്കാട് പോലെ അങ്ങനെ സാമുദായികമായ വോട്ട് ബേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു സാധ്യതയുമില്ലാത്തൊരു മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായിട്ട് ജയിച്ചു വന്ന ഒരാളാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ജയിക്കുന്നത്? അത് അദ്ദേഹത്തിൻ്റെ സെക്യുലർ ക്രെഡൻഷ്യൽ കൊണ്ടാണ്. ആ ഒരു പൊതുസമ്മതി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചു വരുന്നത്. ഇപ്പോൾ ഷാഫി പറമ്പിലിനെതിരെ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ എന്താണ് പറയുന്നത്? അദ്ദേഹത്തിനെതിരെ വരുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ വിമർശനം എന്താണ്? അദ്ദേഹം ഒരു MP ആയിട്ട് കൂടി മുസ്ലിം പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു സോക്കോൾ മുസ്ലിം രാഷ്ട്രീയ നേതാവ് മുസ്ലിം പ്രശ്നങ്ങൾ സംസാരിക്കണം. ബാക്കിയുള്ളവരൊന്നുമല്ല സംസാരിക്കേണ്ടത്, അയാളാണ് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ അയാൾ അത് മാത്രമേ സംസാരിക്കാവൂ. അങ്ങനെ പറയുന്നതിൽ ഒരു ശരികേടുണ്ട്. ഇപ്പോൾ ഷാഫി പറമ്പിൽ നിർബന്ധമായും രാജ്യത്തെ മുസ്ലിം ഇഷ്യൂകൾ മുന്നോട്ട് കൊണ്ടുവരണം. ക്രിസ്ത്യൻ നേതാക്കൾ മണിപ്പൂർ സന്ദർശിക്കുമ്പോൾ പോലെ ഇദ്ദേഹം എന്ത് ചെയ്യണം? മുസ്ലിങ്ങൾ നേരിടുന്ന കലാപ പ്രദേശങ്ങളിൽ പോകണം, അവരുടെ വിഷയങ്ങൾ പാർലമെൻറ്റിൽ കൊണ്ടുവരണം എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ അയാളത് നിർബന്ധമായിട്ടും പറയണമെന്ന് വാശി പിടിക്കുന്ന യഥാർത്ഥത്തിലാണ്. അത് അയാളുടെ രീതിയാണ്. അയാളുടെ രാഷ്ട്രീയ രീതിയിൽ ശരി തെറ്റുകളൊക്കെ ഉണ്ടാവാം. ഇപ്പോൾ ഷാഫിയെ സംബന്ധിച്ച് ഷാഫി ഭയങ്കര ക്രൗഡ് പുള്ളറാണ്. കോൺഗ്രസിൻ്റെ ഒരു സ്പിയർ ഹെഡ് ക്യാമ്പയിനറാണ്. നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഷാഫി തെക്കൻ കേരളത്തിലൊക്കെ പല മണ്ഡലങ്ങളിലും പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷാഫിയെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം വളരെ ഹാർഡായിട്ടുള്ള പൊളിറ്റിക്സ് പറയുന്നതുകൊണ്ടല്ല, ജനങ്ങളുമായി ഇടപഴകാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷമായ ശൈലിയും കഴിവും കൊണ്ടാണ് ആളുകൾക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത്. പ്രായഭേദമന്യേ എല്ലാ മനുഷ്യർക്കും ഇഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനുകളിൽ ധാരാളം ആളുകൾ വരുന്നു. അല്ലാതെ അദ്ദേഹം വലിയ രാഷ്ട്രീയ കാര്യങ്ങൾ പറയുന്നതുകൊണ്ടേ അല്ല. ഈവൻ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെയോ CPMനെതിരെയോ വിമർശനം ഉന്നയിക്കുന്നുണ്ടല്ല ജനങ്ങൾ അദ്ദേഹത്തെ കേൾക്കാൻ തടിച്ചുകൂടുന്നത്. അതിലും മികച്ചതായിട്ട് ഇപ്പോൾ CPMനെ തന്നെയോ BJPയെയോ നന്നായി വിമർശിക്കുന്ന ആളുകൾ കോൺഗ്രസ്സിൽ വേറെയുണ്ട്, ഷാഫിയേക്കാൾ മികച്ച രീതിയിൽ. പക്ഷേ ഷാഫിയുടെ ഒരു USP, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു സവിശേഷമായ സിദ്ധിയാണ്. അതാണ് അദ്ദേഹം സെല്ല് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കേൾക്കാൻ ആൾക്കാർ വരുന്നത്. അപ്പോൾ ഒരു വശത്ത് എന്താണ്, ഇദ്ദേഹം സോക്കോൾഡ് മുസ്ലിം പ്രശ്നങ്ങൾ പറയുന്നില്ല എന്ന വിമർശനം ഒരു വിഭാഗം ആളുകൾ ഉന്നയിക്കുന്നു. മറുവശത്ത് ഇദ്ദേഹത്തെ വർഗീയവാദിയാകുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ. അതാണ്
അതിൽ യുക്തിയില്ലായ്മ എന്ന് പറയുന്നു. ആളുകൾ ആ കാഫിർ സ്ക്രീൻഷോട്ടിനെ സംശയദൃഷ്ടിയോടെ നോക്കാനുള്ള കാരണം അതാണ്. കാരണം ഷാഫി അങ്ങനത്തെ ഒരാളല്ല. ഷാഫി അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ എതിരാളി അദ്ദേഹം വർഗീയവാദിയാണ് എന്ന് പ്രചരിപ്പിക്കുമ്പോൾ ആളുകൾ അത് ഉപ്പ് തൊടാതെ വിഴുങ്ങില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ വിഷയം ഇപ്പോൾ പേരാമ്പ്രയിൽ നമ്മൾ കണ്ടാണ്. പേരാമ്പ്രയിലെ ഫാത്തിമ തെഹ്ലി ഒരു സോഫ്റ്റ് ടാർഗറ്റാണ് തീർച്ചയായിട്ടും എതിരാളികളെ സംബന്ധിച്ച്. ഒന്ന്, അവരുടെ വസ്ത്രധാരണ രീതി. വസ്ത്രധാരണ രീതി തന്നെ അവർ മുസ്ലിം സിമ്പൽ വയ്ക്കുന്നുണ്ട്. മറ്റൊന്നൊരു മുസ്ലിം ലീഗുകാരിയാണ്. പക്ഷേ ഫാത്തിമ തെഹ്ലിയുടെയും ഒരു സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, അവർ ഒരു ഫീമെയിൽ വേർഷൻ ഓഫ് ഷാഫി പറമ്പിലാണെന്ന് പലരും പറയുന്നത് കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം ജനങ്ങളുമായി ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലാളിത്യം, അവരെ ആകർഷിക്കാനുള്ള ഒരു കഴിവ്, അവരോട് സംസാരിക്കാനുള്ള മികച്ച കമ്മ്യൂണിക്കേറ്റർ കൂടിയാണ് ഫാത്തിമ തെഹ്ലിയ, ഷാഫിയെ പോലെ തന്നെ. പക്ഷേ ഷാഫിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫാത്തിമ തെഹ്ലി എന്താണ് കുറേ കൂടി ഹാർഡ് രാഷ്ട്രീയം പറയുന്നു, മുസ്ലിം രാഷ്ട്രീയം തന്നെ പറയുന്നു, അത് വ്യക്തതയോടെ ക്ലാരിറ്റിയോടെ പറയുന്നു എന്നുള്ളതാണ്. അത്തരം വനിതാ നേതാക്കൾ മുസ്ലിം ലീഗിൽ തന്നെ എന്നല്ല UDF തന്നെ അപൂർവമാണ്. അപ്പോൾ എതിരാളികളെ സംബന്ധിച്ച് അവരെ ടാർഗറ്റ് ചെയ്യാനുള്ള പോയിന്റുകളുണ്ട്. പക്ഷെ അതും പൊളിഞ്ഞ് പാളീസാവുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കാണുന്നത്. കാരണം CPM പോലും അത് ഏറ്റെടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് അത് CPMൻ്റെ ഒരു സെൻട്രൽ കമാൻഡിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം പോയതായിരിക്കില്ല, ചില പ്രാദേശികമായി ചെയ്തതായിരിക്കാം. പക്ഷെ അവർ പോലും അത് ഞങ്ങളല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വടകര, നാദാപുരം, പേരാമ്പ്ര, കുറ്റ്യാടി അത്തരം മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിനെതിരെ ഗ്രൗണ്ടിൽ നിന്ന് CPMകാർ, ഇപ്പം നമുക്ക് പരിചയമുള്ള CPMകാർ, അവിടെ നിന്ന് വരുന്ന CPMകാർ പോലും ഉന്നയിക്കുന്നൊരു പ്രധാനപ്പെട്ട ആക്ഷേപം മുസ്ലിം ലീഗ് മതം പറഞ്ഞ് വോട്ട് ചോദിക്കുന്നു എന്നുള്ളതാണ്. മലപ്പുറത്തേതുപോലെയുള്ള മുസ്ലിം ലീഗല്ല ഈ പ്രദേശത്തുള്ള ലീഗ്. അവർ മതം തന്നെ പറഞ്ഞ് വോട്ട് ചോദിക്കുന്നു. മലപ്പുറത്തെ ലീഗ് വേറെ, അതിന് പുറത്തുള്ള ലീഗ് വേറെ എന്നുള്ളതാണ് അവരുടെ ഒരു ഡിസ്റ്റിങ്ഷൻ. അതങ്ങനെ തന്നെയാണോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ പറഞ്ഞ് അവർ വോട്ട് തേടുന്നതിൽ തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ പലപ്പോഴും ചില വീഡിയോ ക്ലിപ്സ് കാണാറുണ്ട്. എന്താണ്, സ്വർഗത്തിലേക്കുള്ള കോണിയാണ് ഈ ചിഹ്നം, അല്ലെങ്കിൽ ചില നേതാക്കളുടെ ലീഗ് നേതാക്കളുടെ പ്രസംഗങ്ങളിൽ പറയുന്നുണ്ട്, എന്താണ്, മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തു പോയാൽ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടതാണ്. ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ്. അതിനെ മതവുമായി മതപരമായ ആശയങ്ങളുമായി ബന്ധപ്പെടുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം തുല്യമാണ്. ആ നേതാക്കൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രവർത്തകർ അങ്ങനെ പറഞ്ഞ് വോട്ട് നേടുന്നുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ എന്താ പറയുക അസ്തിത്വത്തെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. മതം പറഞ്ഞവർ വോട്ട് നേടുന്നില്ല, അതിനെ എതിർക്കുകയാണ് വേണ്ടത്. അതിന് പകരം അവർക്കെതിരെ കൃത്രിമമായ ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ നടത്തുക, കൃത്രിമമായ വർഗീയാരോപണം നടത്തുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും എന്താണ്, CPM പോലൊരു പാർട്ടിയിൽ നിന്ന് ജനം പ്രതീക്ഷിക്കാത്തതാണ്. CPMൻ്റെ അണികൾക്ക് പോലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവിടെയുള്ളവർ അത് ന്യായീകരിച്ചാൽ, അതത് മണ്ഡലങ്ങളിലെ പാർട്ടി പ്രവർത്തകർ ന്യായീകരിച്ചാൽ പോലും CPM പുറത്ത് ഒരുപാട് അണികളുണ്ടല്ലോ, ആ പ്രദേശത്തല്ലാത്ത അണികൾക്ക് പോലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. CPMൻ്റെ തന്നെ ക്രെഡിബിലിറ്റിയെ കളയും. പക്ഷെ അവർ വടകരയിലെ കാഫർ സ്ക്രീൻഷോട്ടിൽ നിന്ന് പോലും അത് പഠിച്ചില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. യെസ് നിഷാദ്, ഇപ്പോൾ പേരാമ്പ്രയിലെ ഈ അനൗൺസ്മെൻറ്റ് വിവാദം നമ്മുടെ മുമ്പിലുണ്ട്. അതേ സമയത്ത് തന്നെയാണ് കാഫർ സ്ക്രീൻഷോട്ടിലെ അന്വേഷണം അവസാനിപ്പിച്ചു എന്നുള്ള പോലീസിൻ്റെ റിപ്പോർട്ടും വരുന്നത്. മൊത്തത്തിൽ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ ഗുണം UDFന് വലുതായി കിട്ടുകയില്ലേ? അതിലേറ്റവും കൗതുകകരമായ കാര്യം അതാണ്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള മണിക്കൂറുകളിൽ പോലീസ് കാഫർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട സംഗതികൾ അവസാനിപ്പിക്കുകയാണ് എന്ന വിവരം മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നു. ചെറിയ പണിയല്ല പോലീസ് സർക്കാരിന് കൊടുക്കുന്നത് എന്നോർക്കണം. ഈ പേരാമ്പ്രയിലെ ഈ വർഗീയ ചൊവ്വയുള്ള അനൗൺസ്മെൻറ്റ് വിവാദം അവിടെ നിൽക്കുന്ന സമയത്താണ് അതിന് തീ കൂട്ടുന്ന തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അപ്പോൾ പോലീസ് ഇപ്പോൾ ഈ വിഷയം പോലീസിൽ നിന്ന് വരുന്നത് സർക്കാരിന് ഗുണപരമല്ല. അപ്പോൾ പോലീസ് എന്താണ് അതിനകത്ത് കാണുന്നത് എന്നത് വേറെ തന്നെ കൗതുകമുള്ളൊരു കാര്യം. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വടകരയിൽ വലിയ തോതിലുള്ള വ്യാജ പ്രചരണങ്ങൾ, വർഗീയ പ്രചരണങ്ങൾ, തെറ്റായ സംഗതികൾ വ്യാപകമായി നടന്നിട്ടുണ്ട്. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതിൽ ഒരു വശത്തേത് കൃത്യമായ അന്വേഷണം നടത്തുകയും ആളെ പിടിക്കുകയും ശിക്ഷിക്കുകയും വരെ ചെയ്യുന്നു. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന്, മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വലിയ വ്യാജ പ്രചരണം അന്ന് KK ശൈലജയെ മുൻനിർത്തിക്കൊണ്ടുണ്ടായിരുന്നു. KK ശൈലജ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, മുസ്ലിങ്ങളെല്ലാവരും തീവ്രവാദികളാണോ? അല്ലല്ലോ എന്ന് ശൈലജ ടീച്ചർ പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് മുസ്ലിങ്ങളെല്ലാവരും തീവ്രവാദികളാണോ എന്ന് ചോദിക്കുന്ന ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് മുസ്ലിങ്ങളെല്ലാവരും തീവ്രവാദികളാണ് എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു എന്ന മട്ടിൽ വീഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു. ആ കേസിൽ പോലീസ് അന്വേഷണം നടത്തുകയും ന്യൂ മാഹി സ്വദേശിയായിട്ടുള്ള ഒരു ലീഗുകാരനെ പിടിക്കുകയും കേസാവുകയും മജിസ്ട്രേറ്റ് കോടതി അയാളെ ശിക്ഷിക്കുകയും ചെയ്തു. സംഭവം അതിനകത്ത് അന്വേഷണം നടത്തുകയും ശിക്ഷാ നടപടി പൂർത്തീകരിക്കുകയും ചെയ്തു. പിന്നെയും കുറേ വ്യാജ പ്രചരണം നടന്നു. ഇപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പേരിലുള്ള വ്യാജ ലെറ്റർ ഹെഡിലുള്ള പ്രചരണമൊക്കെ നടന്നു. ഇവർ വോട്ട് ചെയ്യാൻ പാടില്ല എന്ന മട്ടിൽ. ഞാൻ പറയുന്നത്, പക്ഷേ അവിടെ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ പ്രതിയായ കേസിൽ ശരിയാവണ്ണം അന്വേഷണം നടത്തി അയാളെ പിടിച്ച് കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിപ്പിക്കാൻ കാണിച്ച ഒരു മിടുക്ക് കേരള പോലീസിന് എന്തുകൊണ്ട് അതിനേക്കാൾ അപകടകരമായ ഒരു സംഗതി പ്രചരിപ്പിച്ച കേസിലെ ആളെ പിടിക്കാൻ പറ്റുന്നില്ല? അപ്പോൾ ഈ സൈബർ ക്രൈമിലൊക്കെ പിടിക്കാൻ പോലീസിന് പറ്റില്ല എന്നൊക്കെ വെറുതെ പറയുകയാണ്. ഇപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ആലോചിക്കും, 2009 പിണറായി വിജയൻ്റെ വീട് എന്ന പേരിൽ ഒരു വലിയ മണിമാളികയുടെ വീടിൻ്റെ പടം വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടു. ഇമെയിലുകൾ വഴിയൊക്കെ ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യപ്പെട്ടു. അന്ന്
അന്ന് പിണറായി വിജയൻ വാട്സപ്പ് വരുന്നതിന് വാട്സപ്പ് വരുന്നതിന് മുമ്പാണ്. അന്ന് പിണറായി വിജയൻ DGPക്ക് ഒരു പരാതി കൊടുക്കുന്നു. അന്ന് VS അച്യുതാനന്ദൻ സർക്കാരാണ്. നിമിഷാർത്ഥം കൊണ്ട് 2 പേരെ പിടിച്ചത്. ആ പരിപാടി അവസാനിച്ചു. അത് വലിയ വാർത്തയായി. വ്യാജ പേരാണ്. പിണറായി വിജയനെ അപകീർത്തിപ്പെടുത്തുക എന്ന് പറഞ്ഞ പരിപാടിക്ക് ഇറങ്ങിയ ആൾക്കാരെ ടപ്പേന്ന് പോലീസ് പൊക്കി. ഇവിടെയും പോലീസിന് ഒരു പാടുമില്ല. കാരണം പോലീസിന് മുമ്പിൽ ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസ് പോലീസ് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. അതിൻ്റെ വിവരങ്ങൾ പോലീസിൻ്റെ കയ്യിൽ ഉറപ്പായും ഉണ്ടാവും. പക്ഷേ അന്വേഷിച്ച് ചെന്നാൽ അത് എന്താ സംഗതി എന്ന് ചോദിച്ചാൽ DYFIക്കാർ ഉണ്ടാക്കിയതാണ്, CPM ഉണ്ടാക്കിയതാണ് എന്ന കാര്യം മലയാളി മനസ്സിലാക്കി കഴിഞ്ഞു. അതിലിപ്പോൾ ഏതൊരു DYFIയുടെ നേതാവിനെയോ അല്ലെങ്കിൽ CPMൻ്റെ പ്രാദേശിക യുവ നേതാവിനെയോ പിടിച്ച് ജയിലിലിടാൻ എന്താണ് CPM ആഗ്രഹിക്കുന്നില്ല. ഒരു സിനിമയ്ക്കകത്ത് സംഘം എന്ന സിനിമയുടെ പേര്, ആ സിനിമയ്ക്കകത്ത് എന്താണ് മമ്മൂട്ടി മുകേഷുള്ള പടം, ഇല്ലിക്കൽ റപ്പായി എന്നാണ് തിലകൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. ആ വീട്ടിൽ കള്ളം കയറും എന്ന് വെച്ചാൽ മകനും സംഘവും തന്നെയാണ് വീട്ടിൽ കള്ളനായിട്ട് കയറുന്നത്. അവസാനം പോലീസ് വരുമ്പോൾ വേണ്ട കേസൊന്നും ഇല്ലയെന്ന് അച്ഛൻ തിലകൻ്റെ കഥാപാത്രം പറയും. അപ്പോൾ മമ്മൂട്ടി ചോദിക്കും, മമ്മൂട്ടി മകനാണ്, അതെന്താ കേസ് വേണ്ടെന്ന് പറഞ്ഞത്? കേസ് വേണ്ടെന്ന് പറഞ്ഞതേ എൻ്റെ മോനെ പോലീസ് കൊണ്ടുവന്ന് കാണാൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയും. സമാന സംഗതിയാണ്. എൻ്റെ മകനെ, എൻ്റെ സഖാവിനെ പോലീസ് കൊണ്ടുവന്ന് കാണാൻ, പിടിച്ചകത്തിടാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്നത് മാത്രമേ ഇതിനകത്ത് പ്രശ്നമുള്ളൂ. അപ്പോൾ ഇത് വളരെ വിസിബിളാണ്. ഇതിനകത്ത് നടന്നത് എന്താണ്, ഇതിനകത്ത് എന്താണ് പോലീസ് കളിക്കുന്ന കളി. അതിനകത്ത് പോലീസിൻ്റെ താല്പര്യം മാത്രമായിരിക്കില്ല, പോലീസിൻ്റെ രാഷ്ട്രീയ യജമാനന്മാരുടെ താല്പര്യം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. വടകരയിൽ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന സംഗതികൾക്കകത്ത് മുസ്ലിം ലീഗുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പിഴവുകൾ ശരിയാവണ്ണം അന്വേഷിക്കുകയും അവരെ പിടിച്ച് ജയിലിലിടുകയോ ശിക്ഷ വിധിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന പോലീസിന് വളരെ ഗൗരവ സ്വഭാവത്തിൽ വർഗീയ പ്രചാരണത്തിന് ആക്കം കൂട്ടും വിധത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വ്യാജ സ്ക്രീൻഷോട്ട് പണ്ടൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. RSകാരൊക്കെയാണ് വ്യാജ സംഗതിയിൽ വെച്ചുള്ള ലഘുലേഖൊക്കെ പ്രസിദ്ധീകരിക്കുക. ഇപ്പം ഇങ്ങനെ സംഗതി ഉണ്ടാക്കിയ ആൾ ആരാണെന്ന് കണ്ടെത്താൻ പോലീസ് തയ്യാറാവുന്നില്ല, കഴിയുന്നില്ല എന്നുള്ളതല്ല, പോലീസ് അതിന് തയ്യാറാവുന്നില്ല എന്ന് വെച്ചാൽ അതുണ്ടാക്കിയ ആളാരാണെന്ന് വ്യക്തമാകുന്നു. ഈ തെരഞ്ഞെടുപ്പിലും ഒരു സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷനായിട്ട് അത് ഉയർന്നു വരുന്നു. CPMന് ഒട്ടും ഗുണമാവുന്ന കാര്യമായിരിക്കില്ല. CPM ഒരു സംഗതിയെ പൊതിഞ്ഞു പിടിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് അവർക്ക് കൂടുതൽ ദോഷമായി മാറുന്നതിൻ്റെ എക്സാമ്പിളായിട്ടായിരിക്കും പക്ഷേ ഈ കേസ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ പോകുന്നത്. യെസ്, വടകരയിലെ ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പ്രതികളെ കണ്ടെത്താൻ കഴിയാത്തതുപോലെ തന്നെ പേരാമ്പ്രയിലെ മൈക്ക് അനൗൺസ്മെൻറ്റ് വിവാദത്തിലും സംഭവിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്.